പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഈ രാത്രിയിലെ സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് ശുശ്രൂഷയിലേക്ക് ഏവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രി നിങ്ങൾ ഈ ലൈവിൽ ചേർന്നത് യാദർശികമല്ല. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഒരുപക്ഷേ ഇന്ന് നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കാം. ദൈവം എന്നെ സ്വീകരിക്കുമോ? എന്റെ പ്രാർത്ഥന കേൾക്കുമോ? എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമോ എന്നിങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഈ രാത്രിയിൽ ദൈവം നിങ്ങളോട് പറയുന്നത് ഒരു വാക്കാണ്: എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം പഠിക്കുകയാണ്. അവിടെ സഭയിൽ ഒരു വലിയ ചോദ്യം ഉയർന്നു: രക്ഷ എങ്ങനെ ലഭിക്കും? അതിനുള്ള ഉത്തരം ഇന്നും മാറിയിട്ടില്ല. രക്ഷ നമ്മുടെ പ്രവൃത്തികളാൽ അല്ല, യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ്. നമ്മളിൽ ആരും സ്വന്തം നീതിയാൽ ദൈവസന്നിധി നിൽക്കുവാൻ കഴിയില്ല. പക്ഷേ യേശുക്രിസ്തു കുരിശിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഇന്ന് രാത്രി ഈ ലൈവ് കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് പുതിയ പ്രത്യാശയും പുതിയ സമാധാനവും പുതിയ ആത്മീയ ഉണർവും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ ആമേൻ അവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട. ഇന്ന് രാത്രിയിലും സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലൈവ് നിങ്ങളുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇപ്പോൾ തന്നെ പങ്കുവെക്കൂ. ഒരു പങ്കുവെക്കൽ ഒരാളുടെ നിത്യജീവന് കാരണമായേക്കാം. ഇപ്പോൾ എല്ലാ ചിന്തകളും കർത്താവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹൃദയം തുറക്കൂ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കൂ. ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആരും മൗനമായിരിക്കാതെ അല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ആമേൻ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ ഹല്ലേലൂയ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ശേഷം ജീവനെ മാറ്റുന്ന ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തും. മാനസാന്തരത്തിലേക്കും യേശു ക്രിസ്തുവിലുള്ള രക്ഷയിലേക്കും നമ്മെ നയിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം. ഈ രാത്രി ആരും വെറും കൈയോടെ മടങ്ങുകയില്ല. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും രക്ഷിക്കുന്നു. അവൻ ഇന്നും കൃപ നൽകുന്നു. ഹല്ലേലൂയ. നമുക്ക് ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കാം. എന്നോട് ചേർന്ന് പറഞ്ഞേ: പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, യേശുവിൻ സ്നേഹം നിറച്ചിടണമേ. കുരിശിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കും, കരുണയിൽ എന്നെ പുതുക്കിടണമേ. പാപഭാരം എല്ലാം നീക്കിടുവാൻ പരിശുദ്ധ രക്തം ആമേൻ കഴുകിടണമേ. തകർന്ന ഹൃദയം ചേർത്തിടുവാൻ
സ്നേഹ കരങ്ങൾ നീട്ടണമേ. യേശുവേ, നീ എൻ പ്രത്യാശ, എന്റെ നിത്യജീവന്റെ വഴി. പരിശുദ്ധാത്മാവേ, എന്നെ നടത്തൂ, സത്യത്തിന്റെ പാതയിൽ ഉറപ്പിക്കൂ. നിൻ കൃപ മതി എൻ ജീവിതത്തിൽ, നിൻ സ്നേഹം മതി എൻ യാത്രയിൽ. മഹത്വമെല്ലാം ആമേൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. എൻ ശ്വാസമെല്ലാം ആമേൻ നിൻ സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ. യേശുവിൻ സ്നേഹം നിറച്ചിടണമേ. കുരിശിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കും. കരുണയാൽ എന്നെ പുതുക്കിയിടണമേ. പാപഭാരം എല്ലാം നീക്കിടുവാൻ പരിശുദ്ധ രക്തം കഴുകിയിടണമേ. തകർന്ന ഹൃദയം ചേർത്തിടുവാൻ സ്നേഹകരങ്ങൾ നീട്ടിയിടണമേ. യേശുവേ, നീയേ എൻ പ്രത്യാശ, നീയേ എൻ നിത്യജീവന്റെ വഴി. യേശുവേ, നീയേ എൻ പ്രത്യാശ, നീയേ എൻ നിത്യജീവന്റെ വഴി. പരിശുദ്ധാത്മാവേ, എന്നെ നടത്തൂ, സത്യത്തിൻ്റെ പാതയിൽ ഉറപ്പിക്കൂ. നിൻ കൃപ മതി എൻ ജീവിതത്തിൽ, നിൻ സ്നേഹം മതി രാത്രിയിൽ. മഹത്വമെല്ലാം നിനക്കായിരിക്കട്ടെ, എൻ ശ്വാസമെല്ലാം നിൻ സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധേ, നീയേ എൻ പ്രത്യാശ, നീയേ എൻ നിത്യജീവന്റെ വഴി. യേശുവേ, നീയേ എൻ പ്രത്യാശ, നീയേ എൻ നിത്യജീവന്റെ വഴി. യേശുവേ, നീയേ എൻ പ്രത്യാശ, നീയേ എൻ നിത്യജീവന്റെ വഴി. യേശുവേ, നീയേ എൻ പ്രത്യാശ, നീയേ എൻ നിത്യജീവന്റെ വഴി. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തമ്മിൽ ഒന്ന് കരം കൊടുത്ത് പറ, അടുത്തിരിക്കുന്നവരെ ഒന്ന് തൊട്ടിട്ട് പറ, യേശുവേ, നീ എൻ പ്രത്യാശ, നീയേ എൻ നിത്യജീവന്റെ വഴി. പരിശുദ്ധാത്മാവേ, എന്നെ നടത്തൂ, സത്യത്തിന്റെ പാതയിൽ ഉറപ്പിക്കൂ. നിൻ കൃപ മതി എൻ ജീവിതത്തിൽ, നിൻ സ്നേഹം മതി എൻ യാത്രയിൽ. ഹല്ലേലൂയ. എല്ലാ സ്തുതിയും എല്ലാ ആരാധനയും ആമേൻ എല്ലാ പുകഴ്ചയും കർത്താവിന് അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദയവായി ഈ ലൈവിൽ പങ്കെടുക്കുന്നവർ ആമേൻ നിങ്ങളുടെ ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥന വിഷയങ്ങൾ
ആമേൻ കമന്റ് ബോക്സിൽ ഇടാം. ആമേൻ ഈ ലൈവ് കാണുന്നവർ ആമേൻ അതെ ഒന്ന് പ്രതികരിക്കുക, ആമേൻ ടൈപ്പ് ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 19/7/2026 ഞായറാഴ്ച രാത്രി 2026 200ാമത്തെ ദിവസം. ഹല്ലേലൂയ. ആമേൻ. പങ്കാളികളാകുവാൻ ലോകത്തിന്റെ അറ്റത്തോളം ഈ സത്യവചനം എത്തിക്കുവാൻ വിശ്വസ്തനെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ആമേൻ വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനും ധ്യാനിപ്പാനുമായി നൽകിയിരിക്കുന്ന വേദഭാഗം വായിച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ വിശ്വാസത്തോടായിരിക്കുന്നുവെങ്കിൽ, ആമേൻ, നിശ്ചയമായും നിങ്ങളുടെ പ്രതീക്ഷകൾക്കും നിങ്ങളുടെ കാത്തിരിപ്പിനും മറുപടിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതങ്ങളിൽ, ആമേൻ, നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളുടെ സമസ്ത മേഖലകളിൽ പരിവർത്തിക്കുവാനിടയാകും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വചനം കേട്ടിരിക്കുന്ന നിങ്ങൾ വചനത്തോട് പ്രതികരിച്ചാൽ, വചനം വിശ്വസിച്ചാൽ, വചനം അനുസരിച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ കൃപ മതി. ആമേൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ആമേൻ. അടുത്തിരിക്കുന്നവരെ ആമേൻ ഒന്ന് തട്ടിയിട്ട് പറ, യേശുവിന്റെ കൃപ മതി. ആ കരം കൊടുത്ത് പറ, യേശുവിന്റെ കൃപ മതി. ഹല്ലേലൂയ, ആമേൻ. രക്ഷാപ്രവർത്തികളാലല്ല. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ആമേൻ നാം വായിക്കുന്ന തിരുവചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യമാണ്. ഹല്ലേലൂയ. വായിച്ചാലും പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യം. കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നവർ ആമേൻ കരമുയർത്തി ഒന്നും കൂടെ ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. കാരണം വചനം പറയുന്നത് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ഒരു നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. അതെ, രക്ഷയുടെ വാതിൽ ആരാണ് തുറക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിന്റെ ഡോറ് അതിരാവിലെ ആമേൻ തുറക്കുന്നത് ആരാ? രാത്രി അടയ്ക്കുന്നത് ആരുമാകട്ടെ, അതിരാവിലെ തുറക്കുന്നത് ആരായിരിക്കും? ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ഓഫീസിന്റെ ഡോറ് തുറക്കുന്നത് ആരായിരിക്കും? ഏതെങ്കിലും ആമേൻ ഒരു വാഹനത്തിന്റെ ഡോറ് തുറക്കുന്നത് ആരായിരിക്കും? അതിന്റെ ഉടമസ്ഥനായിരിക്കില്ലേ? ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കില്ലേ? ഇവിടെ ആമേൻ രക്ഷയുടെ വാതിൽ തുറക്കുന്നത് ആരാ? ഒരു ചോദ്യം. ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം പോരാ, ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ
മറുപടി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ പോകുമെന്ന് പ്രത്യാശിക്കുന്നത്? അങ്ങനെ പ്രത്യാശയുള്ളവരുണ്ടോ? കർത്താവ് വന്നാൽ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകുമെന്ന് പ്രത്യാശിക്കുന്നത് എന്തുകൊണ്ടാണ്? ചിലർ പറയും, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ദാനം ചെയ്യാറുണ്ട്, ഞാൻ സഭയിൽ പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവയെല്ലാം നല്ല കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവയൊന്നും നമ്മെ രക്ഷിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 15 സഭയുടെ മുമ്പിൽ ഇതേ ചോദ്യം ഉയർന്നു. ചിലർ പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, മോശയുടെ ന്യായപ്രമാണവും ആചാരങ്ങളും പാലിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പൗലോസും ബർന്നബാസും ശക്തമായി പ്രതികരിച്ചു. കാരണം സുവിശേഷത്തിന്റെ കേന്ദ്രം ഇതാണ്. ഹല്ലേലൂയ. രക്ഷ മനുഷ്യൻ സമ്പാദിക്കുന്നതല്ല, ദൈവം നൽകുന്ന കൃപയാണ്. പ്രിയരെ, കുരിശ് എന്തുകൊണ്ട് ആവശ്യമായി? നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് രക്ഷ നേടാൻ കഴിയുമായിരുന്നെങ്കിൽ യേശു കുരിശിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ മനുഷ്യൻ സ്വന്തമായി പാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അവൻ നമ്മുടെ പാപം ചുമന്നു, നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു. അതിനാൽ ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, അവന്റെ കൃപ കൊണ്ടാണ്. Praise the Lord. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന ആ പത്രോസ് അപ്പോസ്തലൻ സാക്ഷ്യം ആമേൻ പറഞ്ഞത്. പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, ദൈവം അവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിച്ചു. ദൈവം പുറം രൂപം അല്ല നോക്കുന്നത്, അവൻ ഹൃദയം നോക്കുന്നു. ഇന്ന് നിന്റെ ഹൃദയം തുറന്ന് ആമേൻ അവന് കൊടുത്താൽ അവൻ നിന്നെയും സ്വീകരിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ വർഷങ്ങളായി സഭയിൽ പോകുന്നുണ്ടാകും, പക്ഷേ യേശുവിനെ വ്യക്തിപരമായി സ്വീകരിച്ചിട്ടില്ലായിരിക്കും. ഏതെങ്കിലും ഒരു മതത്തിലോ ഏതെങ്കിലും ഒരു സംഘടനയിലോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലോ ആമേൻ അംഗമായതുകൊണ്ട് ആമേൻ രക്ഷ ലഭിക്കത്തില്ല. കാരണം യേശുവാണ് രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. കൃപ രക്ഷിക്കുക മാത്രമല്ല, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 12 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ആമേൻ നിങ്ങൾ ആമേൻ ഈ അധ്യായം ആമേൻ വീട്ടിലിരുന്ന് ആമേൻ വായിച്ചാൽ ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിന്റെ കൃപ നമ്മെ രക്ഷിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരാൾ യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയാൽ അവന്റെ സംസാരം മാറും. ഹല്ലേലൂയ. അവന്റെ ചിന്ത മാറും, ജീവിതത്തിന്റെ ദിശ മാറും, ഹൃദയം മാറും. അതിനാലാണ് ബൈബിൾ പറയുന്നത്, ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. കൃപയുടെ സാക്ഷ്യം ജീവിതത്തിൽ കാണണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Thank you, Jesus. Praise the Lord. പൗലോസും ബർന്നബാസും സഭയുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു.
അവർ വലിയ പ്രസംഗമല്ല നടത്തിയത്. ദൈവം അവരുടെ ജീവിതത്തിലൂടെ ചെയ്ത പ്രവർത്തനങ്ങളാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്. യേശുവിന്റെ കൃപ എവിടെ എത്തിയാലും അവിടെ മാറ്റം സംഭവിക്കും. ഭാവി വിശുദ്ധനാകും. നിരാശനായവന് പ്രത്യാശ ലഭിക്കും. ബന്ധനത്തിലായവന് സ്വാതന്ത്ര്യം ലഭിക്കും. ദൈവത്തിൽ നിന്നകന്നവൻ വീണ്ടും പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി വരും. യാക്കോബ് പറഞ്ഞ മഹത്തായ സത്യം. അതിനുശേഷം യാക്കോബ് എഴുന്നേറ്റ് പറഞ്ഞു, ഇത് പുതിയ കാര്യമല്ല, ദൈവം മുമ്പേ പ്രവാചകന്മാരിലൂടെ പറഞ്ഞതാണ്. അതായത് രക്ഷ ദൈവത്തിന്റെ അവസാന നിമിഷ തീരുമാനമല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ ഒരുക്കിയ പദ്ധതിയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഒരു അപകടമല്ല, അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ്. കൃപ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അന്ന് ചിലർ വിചാരിച്ചു ദൈവം യഹൂദന്മാരെ മാത്രമേ സ്വീകരിക്കൂ. എന്നാൽ ദൈവം പറഞ്ഞു, എന്റെ സ്നേഹം എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഏത് കുടുംബത്തിൽ നിന്നാണെങ്കിലും, എത്ര വലിയ പാപത്തിലായിരുന്നാലും, നിങ്ങളുടെ ഭൂതകാലം എന്തായിരുന്നാലും, നിങ്ങൾ ആത്മാർത്ഥമായി യേശുവിന്റെ അടുക്കൽ വന്നാൽ അവൻ നിങ്ങളെ സ്വീകരിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. കൃപ പാപത്തിൽ ജീവിക്കുവാൻ, ഹല്ലേലൂയ, അതെ, ലഭിച്ച ആമേൻ സ്വാതന്ത്ര്യമല്ല, അനുമതിയല്ല. ചിലർ പറയുന്നു ദൈവം കൃപയുള്ളവനല്ലേ, എങ്ങനെ ജീവിച്ചാലും മതി. അത് കൃപയെ തെറ്റായി മനസ്സിലാക്കുന്നതാണ്. യഥാർത്ഥ കൃപ പറയുന്നത്, നീ ഇനി പഴയ ജീവിതത്തിലേക്ക് മടങ്ങരുത്. ഹല്ലേലൂയ. യേശു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. ആമേൻ. കൃപ കുറ്റവിമോചനം നൽകുന്നു. സ്തോത്രം. അതോടൊപ്പം വിശുദ്ധിയിൽ നടക്കാനുള്ള ശക്തിയും നൽകുന്നു. കൃപയുടെ ഫലം, ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ യേശുവിന്റെ കൃപ അനുഭവിച്ചാൽ അവൻ മറ്റുള്ളവരോട് ക്ഷമിക്കും. ഹല്ലേലൂയ. അവൻ സ്നേഹിക്കും, അവൻ പ്രാർത്ഥിക്കും, ദൈവവചനം വായിക്കും, സഭയെ സ്നേഹിക്കും, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കാൻ ആഗ്രഹിക്കും. കാരണം അവൻ അറിയുന്നു, എനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ കൃപയാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ദൈവകൃപയിലാണെന്ന് പറഞ്ഞിട്ടും, ഹല്ലേലൂയ, ആമേൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനോ, സ്നേഹിക്കുവാനോ, പ്രാർത്ഥിക്കുവാനോ, ദൈവവചനം വായിക്കുവാനോ, ആമേൻ, സഭയെ സ്നേഹിക്കുവാനോ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കുവാനോ സാധിക്കുന്നില്ലെങ്കിൽ, ആമേൻ, എവിടെയോ സംതിങ് റോങ്. നീ അറിയാതെ നിന്നിൽ ആത്മീയ മരണം സംഭവിച്ചു. ആ രക്ഷയുടെ സന്തോഷം, ആമേൻ, അതേ, നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി, ആമേൻ, ഒന്ന് അനുദപിച്ച് മടങ്ങി വരുവാൻ, ഹല്ലേലൂയ, തയ്യാറായാൽ ആ സന്തോഷത്തിലേക്ക് നിന്നെ നയിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിങ്ങൾ ഇന്ന് കുറ്റബോധത്തിൽ ജീവിക്കുകയാണോ? ദൈവം എന്നോട് ക്ഷമിക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? ക്രൂശിലേക്ക് നോക്കൂ.
അവിടെ യേശു നിങ്ങളുടെ പാപത്തിനു വേണ്ടി രക്തം ചൊരിഞ്ഞു. അവന്റെ കൃപ എന്നും മതിയാകുന്നു. നിങ്ങൾ തിരികെ വരാൻ അവൻ കാത്തിരിക്കുന്നു. അവൻ നിങ്ങളെ തള്ളിക്കളയില്ല. അവൻ നിങ്ങളെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രിയിൽ ഒരു സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കൂ. യേശുവിന്റെ കൃപ പാപം മറയ്ക്കുക മാത്രമല്ല, പാപിയെ പുതിയ മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആ കൃപ സ്വീകരിക്കുന്നവൻ ഒരിക്കലും പഴയ മനുഷ്യനായി തുടരുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, കൃപയിൽ നിൽക്കുന്ന സഭ ലോകത്തെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. നീ കൃപയിലാണെങ്കിൽ നിന്നിലൂടെ നിന്റെ വീട്ടിനകത്ത് മാറ്റമുണ്ടാകും. ആമേൻ. നിന്റെ ദേശത്ത് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 22 മുതൽ 35 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, യെരുശലേമിലെ യോഗം അവസാനിച്ചു. ഇനി എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. സഭ രണ്ടായി പിരിയുമോ? ഇന്ന് പല കുടുംബ പ്രശ്നങ്ങളും, ആമേൻ, പല വീട്ടിനകത്തും, ആമേൻ, ഹല്ലേലൂയ, പലതും സംഭവിക്കുക. ആമേൻ. പല കേസുകളും, ആമേൻ, അതേ കുടുംബ കോടതിക്കകത്ത് കിടക്കുക. യെരുശലേമില് ഭയങ്കര പ്രശ്നം നടക്കുന്നു. ആമേൻ. ആ സമയത്ത് അവിടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗം അവസാനിച്ചു. ആമേൻ. പലരും ചിന്തിച്ചു, പലരും ചോദിച്ചു, ആമേൻ, ഇനി എന്ത് സംഭവിക്കും? ഇന്ന് രാത്രിയിലും ഇതുപോലെ ചിന്തിക്കുന്നവരും ഇതുപോലെ ചോദിക്കുന്നവരും, ആമേൻ, ഉണ്ടാകാം. ഒരുപക്ഷേ നിന്റെ കുടുംബത്തിനകത്തായിരിക്കാം, ഒരുപക്ഷേ നീ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്കകത്തായിരിക്കാം, സംഘടനയ്ക്കകത്തായിരിക്കാം, പ്രസ്ഥാനത്തിനകത്തായിരിക്കാം. ഹല്ലേലൂയ. ഇനി എന്ത് സംഭവിക്കും? സഭ രണ്ടായി പിരിയുമോ? വലിയ ഭിന്നത ഉണ്ടാകുമോ? ഞാനും എന്റെ ഭർത്താവും പിരിയേണ്ടി വരുമോ? ആമേൻ. രണ്ടാകുമോ? ആമേൻ. അതെ, ഇത്യാദി ചോദ്യങ്ങളുമായി ഇന്ന് രാത്രി ആരെങ്കിലും ഈ ലൈവിൽ പങ്കാളികളാകുന്നുണ്ടെങ്കിൽ, അല്ല, പരിശുദ്ധാത്മാവ് സഭയെ ഒന്നിപ്പിച്ചു. അവർ ഒരു തീരുമാനമെടുത്തു, ഒരു കത്തെഴുതി. ആമേൻ. യൂദാസ് അതെ ബർശബസിനെയും ആമേൻ ശീലാസിനെയും അയച്ചു. ആ കത്ത് അന്തോക്യയിലെ സഭയിൽ വായിച്ചപ്പോൾ വിശ്വാസികൾ സന്തോഷിച്ചു. എന്തുകൊണ്ട്? അവരുടെ മേൽ മനുഷ്യർ ചുമത്തിയിരുന്ന ഭാരങ്ങൾ ദൈവം ചുമത്തിയില്ല. ഇന്ന് രാത്രി മനുഷ്യൻ നിന്നെ കുറ്റം വിധിച്ച് ആമേൻ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ആമേൻ നിന്റെ പ്രശ്നങ്ങളെ തീർക്കുവാൻ മതിയായവരാണ്. നിന്റേതാകുന്ന ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നീ ആമേൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത്, നീ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത്, ആമേൻ നീ ഭയപ്പെടുന്ന വിഷയത്തിനകത്ത് മറുപടി നൽകുവാൻ ദൈവം ശക്തനാണ്. ദൈവം അതിന് മതിയായവനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ട്? അവരുടെ മേൽ മനുഷ്യർ ചുമത്തിയിരുന്ന ഭാരങ്ങൾ ദൈവം ചുമത്തിയില്ല. ഹല്ലേലൂയ. ആമേൻ. രക്ഷ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണെന്ന് അവർ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. സഭയെ പിളർക്കാൻ സാത്താൻ ശ്രമിക്കും. ആമേൻ. ഇന്നും സഭയെ തകർക്കാൻ സാത്താൻ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. സഭ ആമേൻ കെട്ടിടമല്ല. ഞാൻ എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ ആമേൻ രക്ഷിക്കപ്പെടുന്ന, സ്നാനപ്പെടുന്ന, മനസാന്തരപ്പെടുന്ന ആമേൻ വ്യക്തികളുടെ കൂട്ടമാണ് സഭ. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കാൻ, നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തെ തകർക്കാൻ, നിങ്ങളുടെ തലമുറകളെ തകർക്കാൻ ഒരുപക്ഷെ പല ആമേൻ വിമർശനങ്ങളും പല തന്ത്രങ്ങളും ഉയർന്നു വന്നേക്കാം. സാത്താൻ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ആമേൻ. ചില മാർഗങ്ങളെ കുറിച്ച് ഞാൻ തൊടട്ടെ. ഒന്ന് അഹങ്കാരമാണ്. ഹല്ലേലൂയ. ആമേൻ.
അഹങ്കാരം നിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് നിന്റെ വാക്കിലൂടെ ആമേൻ അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ആമേൻ ഒരനുഭവത്തിൽ സാത്താൻ നിന്റെ അകത്ത് കയറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലരുടെ അകത്ത് അസൂയയാണ്. ഹല്ലേലൂയ. കുശുമ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലരുടെ ജീവിതത്തിൽ ക്ഷമയില്ലായ്മ. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ തെറ്റിദ്ധാരണ. സ്തോത്രം. ഇന്ന് രാത്രി ഇതിലേതെങ്കിലും ആമേൻ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷേ ആമേൻ ചിലർ അഹങ്കാരത്തിന്റെ വാക്കുകൾ ആമേൻ നിന്നോട് പറയുന്നുണ്ടാകും. ഒരുപക്ഷേ അസൂയയോടെ നിന്നെ നോക്കുന്നവരുണ്ടാകും. അസൂയയോടെ നിന്നോട് പെരുമാറുന്നവരുണ്ടാകും. ഒരുപക്ഷേ ക്ഷമയില്ലാത്തവരുണ്ടാകും. ഒരുപക്ഷേ നിന്നെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകും. ഹല്ലേലൂയ. സാത്താൻ ആമേൻ സഭയെ പിളർക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കും. നിന്റെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ഐക്യമുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി ആമേൻ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ സ്ഥാപകൻ സ്ഥാപിച്ച സഭയിൽ അംഗങ്ങളായിരിക്കുന്നവരെ യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഇന്ന് രാത്രി ആ ആത്മാവിന്റെ ആമേൻ ആ പകർച്ച ഒന്ന് സ്വീകരിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവരാരുണ്ട്? ആ ആത്മാവെന്ന വാഗ്ദാനം ആമേൻ പ്രാപിക്കാൻ ആമേൻ കാത്തിരിക്കുന്ന ആരുണ്ട്? ആ ആത്മാവ് നിന്റെ തലമുറയുടെ മേൽ ഒന്ന് പതിയണമേ എന്ന് കൊതിക്കുന്ന ആരുണ്ട്? നിന്റെ ജീവിത പങ്കാളിയമേ അതൊന്ന് വീഴണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരുണ്ട്? ഹല്ലേലൂയ. നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ കൂട്ടായ്മയ്ക്കകത്ത് ആമേൻ ആ ആത്മാവൊന്ന് ഇടപെടണമേ എന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ട്? അഹങ്കാരമുള്ളവരുണ്ടാകാം, അസൂയ ഉള്ളവരുണ്ടാകാം, ക്ഷമയില്ലാത്തവരുണ്ടാകാം, തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കാത്തവരുണ്ടാകാം. എന്നാൽ അതിന്റെ നടുവിൽ യു ആർ ഡിഫറന്റ്. നീ വ്യത്യസ്തരായി ജീവിക്കുവാൻ അത് കൃപ ലഭിച്ച, രക്ഷ പ്രാപിച്ച അവൻ ദൈവ ജനമേ, ഇന്ന് രാത്രി ആ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവോടെ ജീവിക്കുവാൻ കൊതിക്കുന്ന ആരുണ്ട്? ഇന്ന് രാത്രി അവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ പകർച്ച, അതെ യോവേൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ ഇന്ന് രാത്രി ആ പ്രവചനത്തിന്റെ നിവർത്തി എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ, എന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ നന്ദിയോടെ ആ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ഐക്യമുണ്ടാകും. പലരും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പലതും ചെയ്യുകയാണ്. പക്ഷേ പ്രശ്നം രൂക്ഷമാകുന്നതല്ലാതെ പരിഹരിക്കപ്പെടുന്നില്ല. നിന്റെ വിഷയത്തെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. വർഷങ്ങളായ വിഷയമാകാം, മാസങ്ങളായ വിഷയമാകാം, ആഴ്ചകളായ വിഷയമാകാം, ഏതുമാകട്ടെ ആമേൻ. പരിശുദ്ധാത്മാവിന് ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. ആമേൻ. നീ ജില്ലകൾക്കപ്പുറത്ത് പോയി, നീ മൈലുകൾക്കപ്പുറത്ത് പോയി, നീ രാജ്യങ്ങൾക്കപ്പുറത്ത് പോയി ആമേൻ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിന് സമയം വേണം, അതിന് പണം വേണം. ഹല്ലേലൂയ. അതിന് അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വേണം. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കൂ, നീ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് നിന്റെ വിഷയത്തിനകത്ത് ആ പരിശുദ്ധാത്മാവ് ചെന്ന് പ്രവർത്തിക്കുവാൻ
ഒന്ന് ആമേൻ ഏൽപ്പിച്ചു കൊടുത്ത്, ആമേൻ സമർപ്പിച്ച്, ആമേൻ വിഷയത്തെ കരങ്ങളിൽ കൊടുത്ത്, ആമേൻ ദൈവത്തെ ആമേൻ അതേ സ്തുതിച്ച് ആരാധിച്ച് ദൈവവചനം അനുസരിച്ച് നീ ജീവിക്കുവാൻ തയ്യാറായാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ആമേൻ നിന്റെ കണ്ണാലെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ഐക്യമുണ്ടാകും. ഇന്ന് ചില കുടുംബങ്ങളിൽ ഐക്യതയില്ല, ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യതയില്ല, ആമേൻ ചില സഹോദരങ്ങൾ തമ്മിൽ ഐക്യതയില്ല, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യതയില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ദൈവവചന ധ്യാനമുണ്ട്, പ്രസംഗമുണ്ട്, ഐക്യതയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മാളിക മുറിക്കകത്ത് അവൻ പിരിഞ്ഞിരുന്നപ്പോഴല്ല, ഒരുമനപ്പെട്ട് ആമേൻ ഏകാഗ്രതയോടെ ഇരുന്നപ്പോഴാ ആമേൻ അവർ കാത്തിരുന്ന ആത്മാവിനെ അവൻ പ്രാപിക്കുവാൻ സാധിച്ചത്. ഓ ശാനഗബബ ശാന്തരേഖേ ജൂഡ പ്രൗഢമനഗസി അൽകേ നിഗാമനഗ സമ്മ പ്രൗഢമനഗസി. ഇന്ന് രാത്രി ആമേൻ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു, ആമേൻ ചില സൗഖ്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് മറുപടി കാണാൻ പോകുന്നു. ആമേൻ. ഐക്യത എവിടെ ആമേൻ വെളിപ്പെടുമോ, എവിടെ ഉണ്ടാകുമോ, അവിടെയാണ് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവാണ് കേന്ദ്രമെങ്കിൽ സഭ നിലനിൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതേ മനുഷ്യനാണ് കേന്ദ്രമെങ്കിൽ ഭിന്നതയുണ്ടാകും. ആമേൻ. പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ സഭയെ ശക്തിപ്പെടുത്തും. ബൈബിൾ പറയുന്നു, യൂദാസും ശീലാസും വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചു, അവരെ ഉറപ്പിച്ചു. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കും സഭകൾക്കും ഏറ്റവും ആവശ്യമുള്ളത് ഇതാണ്. കുറ്റപ്പെടുത്തുന്ന വാക്കുകളല്ല, ആമേൻ, ധൈര്യം നൽകുന്ന വാക്കുകൾ. തകർക്കുന്ന ഭാഷയല്ല, പണിയുന്ന ഭാഷ. യേശുവിനെ പോലെ സംസാരിക്കാൻ നമുക്ക് പഠിക്കണം. കൃപ ലഭിച്ചവർ കൃപ പങ്കുവെക്കും. ഒരു കാര്യം ഓർക്കുക, കൃപ ലഭിച്ച മനുഷ്യൻ മറ്റുള്ളവരെ വിധിക്കാൻ ഓടില്ല. അവൻ സ്നേഹിക്കും, അവൻ ക്ഷമിക്കും, കൈപിടിച്ചുയർത്തും. കാരണം അവനും ഒരിക്കൽ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഉയർത്തപ്പെട്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവജനം ആമേൻ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മെ വിളിക്കുന്നത് വലിയ കെട്ടിടങ്ങൾ പണിയാനല്ല, സ്തോത്രം, കൃപ നിറഞ്ഞ ഹൃദയങ്ങൾ പണിയാനാണ്. ഇന്നത്തെ ഈ കൂട്ടായ്മയ്ക്കകത്ത് ആമേൻ കയറിയത്, ഇന്നത്തെ ഈ ലൈവ് ആമേൻ 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 പങ്കാളിയാകുവാൻ ആമേൻ തയ്യാറായത്, അയ്യോ എൻ്റെ വീടിന്റെ പണി നടക്കണം, എൻ്റെ മക്കളുടെ കാര്യം നടക്കണം, ആമേൻ എന്റേതാകുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു വിടുതൽ കാണണം എന്നുള്ള പ്രതീക്ഷയോടായിരിക്കാം. ആമേൻ. ആ പ്രതീക്ഷ അങ്ങനെ ഇരുന്നോട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, വലിയ കെട്ടിടങ്ങൾ പണിയാനല്ല ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിളിക്കുന്നത്, കൃപ നിറഞ്ഞ ഹൃദയങ്ങൾ പണിയാനാണ്. ഹല്ലേലൂയ. മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന സഭയാകാനാണ്. സത്യവും സ്നേഹവും ഒരുമിച്ച് ജീവിക്കുന്ന വിശ്വാസികളാകുവാനാണ്. സന്തോഷമുള്ളവർ ആ കരമുയർത്തി ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ശിഷ്യന്മാരാകാനാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വ്യക്തിപരമായി ദൈവം ആമേൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞേ, പ്രിയ ശുശ്രൂഷക, നിങ്ങൾ യേശുവിന്റെ കൃപ അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം നീതിയിലാണോ ആശ്രയം? ഇന്നും നിങ്ങളുടെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണോ ജീവിക്കുന്നത്?
നിങ്ങളുടെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണോ സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ അവൻ വിധേയപ്പെട്ടാൽ അവൻ നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ മതിയായ ദൈവമാണ്. യേശു ഇന്നും നിങ്ങളെ വിളിക്കുന്നു, എന്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് വിശ്രമം തരാം. പലരും പറയാറുണ്ട്, ആമേൻ, എനിക്ക് ഒരു സ്വസ്ഥതയില്ല, എനിക്ക് ഒരു സമാധാനവും ഇല്ല, ആമേൻ, എനിക്ക് ഒരു വിശ്രമവും ഇല്ല. എന്നും ഓട്ടമാണ്, എന്നും തിരക്കാണ്, ആമേൻ, കിടന്നാൽ ഉറക്കം വരുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെയുള്ള ചില ജീവിതങ്ങളോട് ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. എന്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് വിശ്രമം തരാം. ഹല്ലേലൂയ. ഈ രാത്രി നിങ്ങളുടെ ഹൃദയം യേശുവിന് സമർപ്പിക്കൂ. പാപങ്ങളേറ്റു പറയൂ, വിശ്വാസത്തോടെ പറയൂ, കർത്താവായ യേശുവേ, എന്റെ പ്രവർത്തികളിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, അങ്ങയുടെ കുരിശിലും കൃപയിലും മാത്രമാണ് എന്റെ പ്രത്യാശ. എന്റെ പാപങ്ങൾ ക്ഷമിച്ച എന്റെ ജീവിതത്തിന്റെ കർത്താവാകണമേ. അവൻ നിങ്ങളെ സ്വീകരിക്കും, അവൻ നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കും. ഹല്ലേലൂയ. ഇതാ പഴയത് കഴിഞ്ഞു പോയി, സകലതും പുതിയതായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യം ഇതാണ്: രക്ഷ മതാചാരങ്ങളിലൂടെ ലഭിക്കുന്നതല്ല, രക്ഷ മനുഷ്യന്റെ യോഗ്യത കൊണ്ട് ലഭിക്കുന്നതുമല്ല, രക്ഷ യേശു ക്രിസ്തുവിന്റെ കുരിശിലൂടെ ഒഴുകിയ ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപയെ സ്വീകരിക്കുന്നവർ പുതിയ ജീവിതം ആരംഭിക്കും, വിശുദ്ധിയിൽ നടക്കും, സഭയെ സ്നേഹിക്കും, മറ്റുള്ളവരെയും യേശുവിലേക്ക് അവൻ നയിക്കും. ഈ രാത്രിയിൽ യേശുവിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലും, അതേ കുടുംബത്തിലും, ശുശ്രൂഷയിലും അവൻ പുതുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ, ഹല്ലേലൂയ, മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ കൃപ ലഭിച്ചെങ്കിൽ അനുസരണമുള്ളവരായി നോഹ ദൈവ കൃപ ദുർവിനിയോഗം ചെയ്യാതെ തനിക്ക് ലഭിച്ച ആ കൃപ തനിക്ക് ലഭിച്ച സമയത്ത് ആമേൻ അത് വിനിയോഗിച്ചതുപോലെ മറിയ, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ള ആഴമേറിയ ഒരു സമർപ്പണത്തിലേക്ക് നീങ്ങിയതുപോലെ, അല്ല ആമേൻ ജീവിച്ചതുപോലെ, ആമേൻ ഇന്ന് രാത്രി ആര് തങ്ങളെ തന്നെ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ സമർപ്പിക്കും? ഇതാ ലോകം ഭാഗ്യവതി എന്ന് പുകഴ്ത്തുവാനിടയായതുപോലെ, ആമേൻ ആ പ്രളയത്തിനകത്ത് നിന്ന് നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെട്ടതുപോലെ, ആമേൻ ന്യായവിധിക്കകത്ത് നിന്ന് ചുട പോലെ കത്തുന്ന ആ ദിനം വരുമ്പോൾ, ഹല്ലേലൂയ, സകല ദുഷ്പ്രവർത്തിക്കാരും, ആമേൻ, ഹല്ലേലൂയ, അഹങ്കാരികൾ വേരും കൊമ്പും ശേഷിക്കാതെ താളടിയാകുമ്പോൾ താളടിയാകാതെ, ഹല്ലേലൂയ, ആ കാഹളം മുഴങ്ങുമ്പോൾ എടുക്കപ്പെടുവാൻ ഇടയാകേണ്ടതില്ല. ആമേൻ, ഹല്ലേലൂയ. ലോകരക്ഷകനായ യേശുവിനെ ആമേൻ ലോകത്തിലേക്ക് ആമേൻ ജനിപ്പിക്കുവാൻ, ആമേൻ ഉദരത്തെയും മനസ്സിനെയും ശരീരത്തെയും സമർപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി നീ സമർപ്പിക്കപ്പെടുമെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ആമേൻ വിരാമം ആമേൻ ഉണ്ടാകുവാൻ പോകുകയാണ്. അല്ല, ആമേൻ നിന്നിലൂടെ അനേകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആമേൻ കാണുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഇരുകരവും അടിച്ച് കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നോഹയ്ക്ക് ലഭിച്ച കൃപ കൊണ്ട്
മറിയയ്ക്ക് ലഭിച്ച കൃപ കൊണ്ട് ആമേൻ ഒത്തിരി നിന്ദകളും ഒത്തിരി കുത്തുവാക്കുകളും ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൽ ക്ഷണിക്കാതെ കണ്ട് കടന്നു വന്നു. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവ പൈതലേ, ആമേൻ, ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഞാനും നിങ്ങളും ആമേൻ ജീവിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെടുമ്പോ ക്ഷണിക്കാതെ കണ്ട് ആമേൻ ചില ആമേൻ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരും. അവിടെ നീ തകർന്നു പോകാതെ അതിനെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങൾക്ക് തുണ നിൽക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നെ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ മകനെയും മകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രി അങ്ങയുടെ കൃപ ഓരോ ഹൃദയത്തിലും പുതുതായി വെളിപ്പെടട്ടെ. കുറ്റബോധത്താൽ തളർന്നിരിക്കുന്നവരെ സ്പർശിക്കണമേ. ദൈവം എന്നെ സ്വീകരിക്കില്ല എന്ന് കരുതി കണ്ണുനീരോടെ ജീവിക്കുന്നവർ അങ്ങയുടെ സ്നേഹം അനുഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ഓരോ മനസാക്ഷിയെയും ശുദ്ധീകരിക്കട്ടെ. ഇന്ന് മനസാന്തരപ്പെടുന്ന ഓരോരുത്തർക്കും പുതിയ ജീവിതം ആരംഭിക്കട്ടെ. കർത്താവേ, ബന്ധനങ്ങളിൽ കഴിയുന്നവരെ വിടുവിക്കണമേ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അശുദ്ധ ജീവിതത്തിന്റെയും എല്ലാ അടിമത്തങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ. തകർന്ന കുടുംബങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം പുതുക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ സന്തോഷമായി മാറട്ടെ. രോഗത്താൽ വേദനിക്കുന്നവരുടെ മേൽ അങ്ങയുടെ സൗഖ്യഹസ്തം വരട്ടെ. ക്ഷീണിച്ച ശരീരങ്ങൾക്ക് ബലം ലഭിക്കട്ടെ. തളർന്ന മനസ്സുകൾക്ക് സമാധാനം ലഭിക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്നവർക്ക് അങ്ങയുടെ വഴികൾ തുറക്കപ്പെടട്ടെ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ വാതിലുകൾ തുറക്കണമേ. ഈ രാത്രിയിൽ ഓരോ വീട്ടിലും പ്രാർത്ഥനയുടെ അഗ്നി വീണ്ടും ജ്വലിക്കട്ടെ. വചനത്തോടുള്ള വിശപ്പ്, പരിശുദ്ധിയോടുള്ള ദാഹവും വർദ്ധിക്കട്ടെ. യുവജനങ്ങളിൽ അങ്ങയുടെ അഭിഷേകം പകരണമേ. സുവിശേഷം പ്രസംഗിക്കുവാൻ ധൈര്യമുള്ള തലമുറയെ ഉയർത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വാസത്തോടെ ചിലരെ നോക്കി പ്രവചിക്കുന്നു, ചിലരെ നോക്കി പ്രഖ്യാപിക്കുന്നു. ചിലരുടെ പാപഭാരം ഇന്ന് രാത്രി നീങ്ങിപ്പോകും. സംഭവിക്കുന്നു. ആ ഹൃദയത്തിനകത്ത് നിന്ന് ആ ഭാരം ഉരുണ്ടു മാറുന്നു. ഓ ശരഗബ ശബ്ദരാധന സംഭവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ചിലരുടെ ആമേൻ പാപഭാരം ഇന്ന് രാത്രി നീങ്ങിപ്പോകുന്ന രാത്രി. ശരഗബ ശബ്ദരഗസി. ആമേൻ. ചിലർ യഥാർത്ഥ സമാധാനം അനുഭവിക്കുന്നു. ആമേൻ. ചിലരുടെ ആമേൻ ഹൃദയത്തിനകത്തേക്ക് ആ സമാധാനം ഒഴുകി വരുന്നു. ഹല്ലേലൂയ. സ്വീകരിച്ചാട്ട. ഓ, വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ രോഗം മൂലം ആമേൻ സമാധാനം നഷ്ടപ്പെട്ട്, ആ കടഭാരം മൂലം സമാധാനം നഷ്ടപ്പെട്ട്, ആമേൻ ആ മക്കൾ മുഖാന്തരം, ആമേൻ ആ ഭർത്താവ് മുഖാന്തരം, ആ ഭാര്യ മുഖാന്തരം, ആ കുടുംബക്കാർ മുഖാന്തരം, ആമേൻ ആ സമാധാനത്തിനായിരിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ ഇന്ന് രാത്രി സമാധാനം ഒഴുകി വരികയാണ്. ഓ ശരഗബ ശബ്ദര ധനാദി കൽക്കമനഗസി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ആര് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്? ആ അഹങ്കാരം എനിക്ക് വേണ്ടപ്പാ. ആ ദേഷ്യ സ്വഭാവം എനിക്ക് വേണ്ടപ്പാ.
ഓ ആ അസൂയ എനിക്ക് വേണ്ടപ്പാ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു അപ്ഡേഷന് വേണ്ടി ആമേൻ സമർപ്പിക്കുന്ന ആരുണ്ട്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ പുതുക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. ചിലരുടെ കുടുംബങ്ങളിൽ പുതിയ തുടക്കം ആരംഭിക്കുന്നു. ആമേൻ. ചില കുടുംബങ്ങളിൽ പുതിയ തുടക്കം ആരംഭിക്കുന്നു. അടഞ്ഞു പോയ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവഹിതപ്രകാരം തുറക്കപ്പെടും. യെസ്, വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് പ്രതികരിച്ചോ. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ ചിലരെ നോക്കി ആമേൻ ഞാൻ പ്രവചിക്കുന്നു. ആമേൻ. നിന്റെ തലമുറയുടെ മുമ്പിൽ, നിന്റെ ഭാവിയുടെ മുമ്പിൽ, ഓ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ അടഞ്ഞു പോയ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവഹിതപ്രകാരം തുറക്കപ്പെടുകയാണ്. ആത്മീയമായി തണുത്തു പോയവർ വീണ്ടും അഗ്നിജ്വാല പോലെ ജ്വലിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ആ ആത്മാവിന്റെ അപ്ഡേഷൻ ആമേൻ നടക്കുകയാണ്. ആമേൻ. ആര് സമർപ്പിക്കും? ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആമേൻ സമർപ്പിച്ച ആ മറിയുടെ മേൽ ആത്മാവ് ചലിച്ചതുപോലെ, ആത്മാവ് ഇറങ്ങിയതുപോലെ, ആ മാളിക മുറിക്കകത്തിരുന്നവരുടെ മേൽ ആത്മാവ് പതിഞ്ഞതുപോലെ ഇന്ന് രാത്രി ആത്മാവ് ഇറങ്ങി വന്ന് ചിലത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ വലത് കൈയുടെ ഷോൾഡറുമായി ബന്ധപ്പെട്ട് ആമേൻ ഹല്ലേലൂയ വേദനയോടായിരിക്കുന്ന ആമേൻ ജീവിതത്തെ ഇന്ന് രാത്രി ആമേൻ ആമേൻ സൗഖ്യമാക്കുന്നു. ആമേൻ. വലത് കൈയുടെ തോളിന്മേൽ വേദനയുമായിട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ആമേൻ പരിശുദ്ധാത്മാവ് സുഖപ്പെടുത്തുന്നു. യെസ്. ഓ ദൈവ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്നു. ജീസസ്, ജീസസ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ചില സമയങ്ങളിൽ ആമേൻ തല പൊട്ടിപ്പോകുന്നത് പോലെ, ആമേൻ, തലയ്ക്കകത്ത് എന്തോ ഒന്ന് കേറി വന്നിരിക്കുന്നത് പോലെ, ആമേൻ, അതെ, വളരെ നൊമ്പരത്തോടായിരിക്കുന്ന ആമേൻ ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവാൻ ദൈവം ആമേൻ ആ വചനം അയച്ച് സൗഖ്യമാക്കുന്നു. യെസ്. ചില വൈകുന്നേര സമയങ്ങളിൽ ഹല്ലേലൂയ, പകലൊന്നും അത്ര കുഴപ്പമില്ല. ആമേൻ. വൈകുന്നേര സമയങ്ങളിൽ ഹല്ലേലൂയ ഈ നെറ്റിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് ആമേൻ വളരെ വേദന അനുഭവിക്കുന്ന ആമേൻ ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ കൃപ അനേകരുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റും. യെസ്, മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇരു കരവും അടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ഓ കർത്താവേ, ഈ സന്ദേശം കേട്ട ഓരോരുത്തരും യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കട്ടെ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ സാക്ഷ്യമായി മാറട്ടെ. ഞങ്ങളുടെ സഭകൾ വിശുദ്ധിയിലും സ്നേഹത്തിലും ഐക്യത്തിലും വളരട്ടെ. കുറ്റബോധത്തിൽ കഴിയുന്നവർ യേശു ക്രിസ്തുവിന്റെ ക്ഷമ അനുഭവിക്കട്ടെ. മനസാന്തരപ്പെടുന്ന ഓരോരുത്തർക്കും പുതിയ ജീവിതം ആരംഭിക്കട്ടെ. രോഗിയുടെ മേൽ സൗഖ്യത്തിന്റെ സ്പർശനം വരട്ടെ. തകർന്ന കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. അടഞ്ഞ വാതിലുകൾ അങ്ങയുടെ ഹിതപ്രകാരം തുറക്കപ്പെടട്ടെ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ വഴികൾ ഒരുക്കണമേ. യുവജനങ്ങൾ വിശുദ്ധിയിൽ നടക്കുവാൻ കൃപ നൽകണമേ. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ രാത്രി ചിലരുടെ ഭാവഭാരം നീങ്ങുന്നു. ചിലർ രക്ഷയുടെ ഉറപ്പ് പ്രാപിക്കും.
ചില ജീവിതത്തിൽ പുതിയ തുടക്കം ആരംഭിക്കും. അതെ, ചിലരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മകളിൽ ആയിരിക്കുന്ന വീടുകളിൽ പ്രാർത്ഥനയുടെ അഗ്നി വീണ്ടും ജ്വലിക്കും. കർത്താവേ, ഈ സന്ദേശം കേട്ടവർ ആരും വെറുകയോടെ മടങ്ങരുത്. എല്ലാവരും യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിന്റെ ആമേൻ അതിവിശുദ്ധ നാമത്തിൽ ഇന്ന് രാത്രി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ ഈ ലോകം നൽകാത്ത സമാധാനം അപ്പാ അവർ പ്രാപിക്കട്ടെ, അവർ അനുഭവിക്കട്ടെ. ഓ, അവർ സ്വസ്ഥതയോടെ കിടന്ന് ഉറങ്ങട്ടെ, അവർ വിശ്രമിക്കട്ടെ, ഇമ്പമായ സ്വരം അവർ കേൾക്കട്ടെ. ഓ, കൃപയിൽ അവന് ആമേൻ ആശ്രയിക്കട്ടെ. എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും യേശു ക്രിസ്തുവിന് മാത്രം. അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദി, വന്ദനം. മാറാ നാഥ എബെനെസറായി കർത്താവ് കൂടെയിരിക്കും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവഹിതമായ നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും ആമേൻ നമുക്ക് ഒരുമിച്ച് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് കൂട്ടായ്മയിൽ കൂടി വരാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, യേശുവിൻ സ്നേഹം നിറച്ചിടണമേ. കുരിശിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കും, കരുണയാൽ എന്നെ പുതുക്കിയിടണമേ. പാപഭാരമെല്ലാം നീക്കിടുവാൻ പരിശുദ്ധ രക്തം കഴുകിയിടണമേ. തകർന്ന ഹൃദയം ചേർത്തിടുവാൻ സ്നേഹകരങ്ങൾ നീട്ടിയിടണമേ. യേശുവേ, നീയേ പ്രത്യാശ, നീയേ നിത്യജീവന്റെ വഴി. യേശുവേ, നീയേ പ്രത്യാശ, നീയേ നിത്യജീവന്റെ വഴി. പരിശുദ്ധാത്മാവേ, എന്നെ നടത്തൂ സത്യത്തിന്റെ പാതയിൽ ഉറപ്പിക്കൂ. നിൻ കൃപമതി എൻ ജീവിതത്തിൽ, നിൻ സ്നേഹം മതി എൻ യാത്രയിൽ. മഹത്വമെല്ലാം നിനക്കായിരിക്കട്ടെ, എൻ ശ്വാസമെല്ലാം നിൻ സ്തുതിയായിരിക്കട്ടെ.